ഒരു കാലഘട്ടത്തിൽ ചെറി ബ്ലോസത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഫുള്ളായിട്ട് ഈ ഒരു ചെടികൾ മാത്രമാണ് ഇവിടെ ഉണ്ടാവുക. അപ്പം ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വളരെ മനോഹരമായിരിക്കും. കുറേ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് പല ചെടികളിലും. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ന്യൂയോർക്കിലെ നയാഗ്ര എന്ന കൗണ്ടിയിലെ നയാഗ്ര വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നയാഗ്ര ഫാൾ സ്റ്റേറ്റ് പാർക്കിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാൽ സമ്പന്നമാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറെ കണ്ടു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നയാഗ്ര വെള്ളച്ചാട്ടത്തിനെ തന്നെ അടുത്ത് പോയി കണ്ടു. ഈ ഒരു 6 മാസത്തോളം കാലം ഐസിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു നഗരത്തിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. അതിമനോഹരമായിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതികളും അതിമനോഹരമായിട്ടുള്ള റോഡുകളും ഒഴിഞ്ഞ പ്രദേശങ്ങളും പുൽമേടുകളും ഒക്കെ തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ് പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ തന്നെ ഒരു 3 ടൈപ്പ് വെള്ളച്ചാട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്ന് അമേരിക്കൻ ഫോൾസ്, അതുപോലെ തന്നെ ബ്രൈഡൽ ഫോൾസ്, പിന്നെ കുതിരലാടത്തിന്റെ ആകൃതിയിലുള്ള ഹോഴ്സ് ഷൂ ഫോൾസ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞു നമ്മൾ ഇന്നലെ. ഇനി നമുക്ക് അടുത്തതായിട്ട് കാണാനുള്ളത് നമ്മൾ അതിന്റെ ഒരു ഉള്ളിലോട്ട് ബോട്ടിൽ സഞ്ചരിച്ചുകൊണ്ട് ആ ഒരു 3 വെള്ളച്ചാട്ടത്തിന്റെ അടിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് നമ്മളിനി കാണേണ്ടതുള്ളത്. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു ദിവസം കൂടി ഇവിടെ തങ്ങിയിരിക്കുകയാണ്. നാളത്തെ ദിവസമാണ് നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടം കാണാനുള്ള, വെള്ളച്ചാട്ടം ബോട്ടിൽ പോയിട്ട് കാണാനുള്ള ഈ ഒരു അവസരം ഉള്ളത്. ഈ നഗരത്തിലൂടെ നമ്മളിപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള നഗരത്തിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ഒപ്പിക്കൊണ്ടിരിക്കുന്നത്. 1883 ശരിക്കും ഈ ഒരു നയാഗ്ര ഫോൾസ് അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ടത്. ഈ ഒരു അസോസിയേഷനാണ് ശരിക്കും ഈ ഒരു നയാഗ്ര വെള്ളച്ചാട്ടത്തെ സംരക്ഷിക്കാനായിട്ടും ഇവിടേക്ക് പൊതുജനങ്ങളെ ആകർഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മുൻകൈ എടുത്തത് എന്നുള്ളതാണ്. 1885 നയാഗ്ര റിസർവേഷൻ എന്ന ഒരു സംവിധാനം സ്ഥാപിക്കപ്പെട്ടു. അതിനുശേഷമാണ് ഈ ഒരു രീതിയിൽ ഈ നയാഗ്ര വെള്ളച്ചാട്ടവും ഈ നഗരവും ഒക്കെ സംരക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഉച്ചഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തേടി എത്തിയിരിക്കുകയാണ് ഈ ഒരു സിറ്റിയിൽ. ഇവിടെ സിറ്റിയൊക്കെ കാണാൻ അതിമനോഹരമാണ്. ഭയങ്കര രസമാണ് സിറ്റിയൊക്കെ കാണാൻ. നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ കളേഴ്സും പിന്നെ പൊതുവായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവിടെ ഒരു ഹോളിഡേ ഇൻ ഹോട്ടലൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. ശരിക്കും സഹിക്കാൻ പറ്റുന്നൊരു തണുപ്പൊക്കെ ഉള്ളൂ, വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നല്ല വെയിലുണ്ട്. വെയിലുള്ളത് തന്നെ വലിയ അനുഗ്രഹമാണ്. തണുപ്പിനൊരു ഈ വെയിലിൻ്റെ കളറ് കണ്ടാൽ വിചാരിക്കും ഇവിടെ ചൂടെടുത്തിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണെന്ന്. പക്ഷേ നല്ല തണുപ്പാണ്. ഇപ്പോൾ ഏകദേശം 4 ഡിഗ്രിയോളം തണുപ്പിലാണ് നിൽക്കുന്നത്. അമ്പനൊരു ട്രക്കാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. അതിൽ കയറി ഫോട്ടോ എടുക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഇവിടുത്തെ ആളുകൾ. അമ്പ 2 ടയറാണ് പുറകിലുള്ളത്. 4x4 വണ്ടി, ഗംഭീര ട്രക്ക്. ഇത്രയും വലിപ്പമുള്ളൊരു ട്രക്ക് ഞാൻ US വന്നതിന് ശേഷം കണ്ടിട്ടില്ല. റാം 3500 അതാണ് എൻ്റെ പേര്. കമ്മിൻസ് സൈസാണ്. ഇത് ഓൾട്ടറേഷൻ ചെയ്തതാണ് സംഭവം. വീടിൻ്റെ ഒക്കെ ഒരു ഭംഗി നോക്കുക. ഇവിടെ ഒരു വീടുകൾക്കും മതിലുകളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മതിലുകൾ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. നമുക്ക് ഇതുപോലുള്ള ഒരു കോമ്പൗണ്ടിനകത്ത് ഒരു വീട് നല്ല ഭംഗിയായിട്ട് അതിനൊരു നമ്പറൊക്കെ ഉണ്ട്. റോസെയിൽ 124 ഹൗസ് ആണ്. അതോടുകൂടി ഇതിൻ്റെ വീടിൻ്റെ അതിര് കഴിഞ്ഞു. ഇനി പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത അടുത്ത വീടായിരിക്കും ഉണ്ടാവുക. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് ഈ ഒരു ചെടി എന്ന് പറയുന്നത്. ഇത് പല സ്ഥലത്തും ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ അടുത്തുനിന്ന് കാണാനുള്ളൊരു സൗകര്യം ഇവിടെ കിട്ടി ഈ ഒരു പറമ്പിൽ. വാവ്, എന്തൊരു ഭംഗിയാണ് നോക്കുക. വലിയ പൂവുകളാണ് ഇതിനകത്ത്. പൂവുകൾ മാത്രമേ ഉള്ളൂ. വാവ്, സൂപ്പർ. ഒരു കാലഘട്ടത്തിൽ ചെറി ബ്ലോസത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഫുള്ളായിട്ട് ഈ ഒരു ചെടികൾ മാത്രമാണ് ഇവിടെ ഉണ്ടാവുക. അപ്പം ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വളരെ മനോഹരമായിരിക്കും. കുറേ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് പല ചെടികളിലും. ഇലകളില്ല, ഫുള്ളായിട്ട് പൂവുകൾ തന്നെയാണ്. താഴെ നോക്കുക, നമ്മളെ നാട്ടിൽ ചെറുതായിട്ട് അപ്പച്ചെടികളൊക്കെ വളരുന്നത് പോലെയാണ് ഇവിടെ ടുലിപ്സിൻ്റെ പല കളറുകളിലുള്ള ടുലിപ്സൊക്കെ ഇവിടെ വെറുതെ ഉണ്ടായിരിക്കുകയാണ്. ഇതൊക്കെ ടുലിപ്സൊക്കെ നമുക്ക് നോക്കിയാൽ കാണുന്നത് നട്ട് പിടിപ്പിച്ചതൊന്നുമല്ല. സൂപ്പർ.
അവിടെ ടുലിപ്സ് ഉണ്ട്, അതുപോലുള്ള മറ്റ് പല പൂവുകളും ഇവിടെ വെറുതെ ഉണ്ടായിരിക്കുകയാണ്. ഇതൊക്കെ അത്ഭുതം തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഓരോ വീടിൻ്റെയും മുറ്റത്തായിട്ട് ഇങ്ങനെയുള്ള ഒരു ചെടികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് കൃത്യമായിട്ട് എക്സാക്റ്റ് ആയിട്ട് എന്താണെന്ന് അറിയില്ല. ഭയങ്കര രസമാണ് ഇവിടുത്തെ സ്ട്രീറ്റും അതുപോലെ തന്നെ ജനവാസ പ്രദേശങ്ങളൊക്കെ കാണാം. എന്തായാലും 6 മാസമേ ഇവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം. കാരണം അത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്ത് കൂടുതൽ കാലം താമസിക്കാൻ പറ്റില്ല. ഐസ് വീണ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അത്രയ്ക്കും ഹൈറ്റിൽ ഐസ് വരും. അതോടുകൂടി തന്നെ ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് ആളുകൾ ഫ്ലോറിഡയിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ താമസം മാറുകയാണ് ചെയ്യുക. പിന്നെ 6 മാസം കഴിഞ്ഞ് ഇവിടെ എത്തി വീണ്ടും ഗവൺമെൻറ് ഇതെല്ലാം റീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്. സ്ട്രീറ്റ് ലൈറ്റ്സും എല്ലാം റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ടാണ് വീണ്ടും ഇത് ഉപകാരപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കുന്നത്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. ട്രക്കിൻ്റെ ഒരു എത്തിപ്പ് നോക്കുക, ഭയങ്കര സംഭവം തന്നെ. ഉച്ചഭക്ഷണത്തിന് ശേഷം നമ്മൾ ഇനി മറ്റൊരു സ്ഥലം കാണുന്നതിന് വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് മോള് കാണണം. ഫാഷൻ ഔട്ട്ലെറ്റ്സ് ഓഫ് USA എന്ന ഈ ഒരു ഷോപ്പിംഗ് മോൾ ശൃംഖല കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പർച്ചേസിംഗ് ഒക്കെ താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാം. അപ്പം അതിനു വേണ്ടിയുള്ള യാത്രയിലാണ്. മനോഹരമായിട്ടുള്ള കൺട്രി സൈഡൊക്കെ കടന്നുകൊണ്ടും സിറ്റികളൊക്കെ കടന്നുകൊണ്ടുമാണ് യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും പഴക്കമുള്ള സ്റ്റേറ്റ് പാർക്കാണ് ഈ ഒരു നയാഗ്ര ഫാൾസ് സ്റ്റേറ്റ് പാർക്ക്. 1940, 1950 കാലഘട്ടങ്ങളിൽ പ്യൂർട്ടോറിക്കൻ കുടിയേറ്റക്കാർ കൂട്ടത്തോടെ എത്തി താമസം ആരംഭിച്ചൊരു സ്ഥലമാണ് ബുഫലോയിലെ ഈ ഒരു പ്രദേശങ്ങളൊക്കെ തന്നെ. മറ്റ് പ്രധാന US-ലെ മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളുമായിട്ടൊക്കെ നമ്മൾ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് ബഫലോയിലേക്ക് വിദേശികളുടെ ഒരു കുടിയേറ്റം വളരെ കുറവാണ്. ഒന്നാമത് ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ആയിരിക്കാം കാരണം. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇവിടേക്കുള്ള കുടിയേറ്റം വളരെ കുറയുന്നത്. 2000ങ്ങളുടെ തുടക്കത്തിൽ കാനഡയിൽ നിന്നും യമനിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് കുടിയേറ്റക്കാർ ഇവിടെ വന്നിരുന്നത്. 2020 സെൻസസ് പ്രകാരം ഈ ഒരു കൗണ്ടിയിലെ നയാഗ്ര കൗണ്ടിയിലെ ഈ ഒരു നഗരത്തിൽ വളരെ കുറഞ്ഞ ജനസംഖ്യ മാത്രമേ ഉള്ളൂ. 48,671 പേര് മാത്രമാണ് ആ സെൻസസ് പ്രകാരം ഇവിടെയുള്ള ഒരു ജനസംഖ്യ എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ കാലാവസ്ഥയും അതിന്റെ പ്രത്യേകതകളൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം അത് എന്നാണ് കരുതുന്നത്. ഉള്ളത് ഫാഷൻ ഔട്ട്ലെറ്റ്സ് ഓഫ് നയാഗ്ര USA, അതിന് മുമ്പിലാണുള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വലിയൊരു ഔട്ട്ലെറ്റ് ശൃംഖലയാണ്. ഈ ഔട്ട്ലെറ്റിൽ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ അമേരിക്കൻ പ്രോഡക്ട്സിൻ്റെയും ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇത് സന്ദർശിക്കാനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഷോപ്പിംഗ് ആണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. ഇവിടെ വരുന്ന ആളുകൾക്ക് എന്താണ് ഇവിടുത്തെ അഫോർഡബിൾ ആവാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ ഇവിടെ അവൈലബിൾ ഉള്ളൂ. നമ്മുടെ ചൈന മാർക്കറ്റ് പോലെയല്ല, ചൈനീസ് ഒരു പ്രൊഡക്റ്റ് പോലും ഇവിടെ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ എന്തായാലും ഒന്ന് കയറി നോക്കാം. അടിപൊളിയായിട്ട് നല്ലൊരു സ്ഥലമാണ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എല്ലാ സ്ഥലത്തും ബ്രാൻഡഡ് ആയിട്ടുള്ള ഔട്ട്ലെറ്റുകൾ മാത്രമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ മാളുകളുമാരില്ല, ഒരു നല്ല വ്യത്യസ്തതയായിട്ടാണ്. കാരണം അപ്സ്റ്റെയർ ഒന്നുമില്ല, അതൊരു ഗ്രൗണ്ടിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. മുകളിൽ ആകാശമൊക്കെ നമുക്കിങ്ങനെ കാണാം. ഗ്ലാസിൻ്റെ റൂഫ് ടോപ്പാണ്. ഡ്രസ്സിൻ്റെ ഔട്ട്ലെറ്റ്സ് ആണ്. നല്ല പ്രൈസിങ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മൾ കാണുന്ന എല്ലാ ഒരു മാളുകളെയൊക്കെ പോലെ തന്നെയാണ് ഇതും. ഇതിൽ ബ്രാൻഡഡ് ഐറ്റംസിനാണ് ഇമ്പോർട്ടൻസ്. അതിൽ അമേരിക്കയിൽ ലഭ്യമാവുന്നതിൽ ഏറ്റവും കുറഞ്ഞ വിലയിലൊക്കെയാണ്, അതായത് ഫാക്ടറി വിലയിലാണ് കിട്ടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എനിക്കതിൽ കയറി നോക്കിയിട്ട് അങ്ങനെ ഒരു ഫാക്ടറി വിലയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നല്ല സെലക്ഷൻസ് ഒക്കെ ഉണ്ട്, പല ബ്രാൻഡുകളുടെയും വിവിധങ്ങളായിട്ടുള്ള സെലക്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്. പിന്നെ ഷോപ്പിംഗ് വളരെ ഈസിയാണ് എന്നുള്ളതാണ് മറ്റൊരു സൗകര്യം. പാർക്കിങ്ങും എല്ലാത്തിനുള്ള സൗകര്യമൊക്കെ ഇവിടെയുണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വാൾമാർട്ട് ഉള്ളത്. ഇപ്പൊ വാൾമാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം.
അതിപ്രസിദ്ധമായ അമേരിക്കയിലെ വാൾമാർട്ട് സൂപ്പർ മാർക്കറ്റ് ശൃംഖല അത് സന്ദർശിക്കാനാണ് ഇപ്പോൾ പോകുന്നത്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കയറി നോക്കണം എന്തൊക്കെയാണ് വെറൈറ്റി എന്നുള്ളത് അറിയാലോ. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് തന്നെ പർച്ചേസിങ്ങിൻ്റെ ഒരു ഏരിയ ആണ്. ബ്രാൻഡഡ് ഷോറൂമുകളും അതുപോലെ തന്നെ മറ്റ് പർച്ചേസിങ് ഏരിയകളാണ്. വാൾമാർട്ടും ഇതൊക്കെ ഈ ഒരു ഭാഗത്താണ്. നമ്മൾ നേരത്തെ കയറിയ ഫാഷൻ ഔട്ട്ലെറ്റ് പരന്ന് കിടക്കുന്ന ഏരിയ ആണത്. ഏകദേശം 1 കിലോമീറ്ററൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത്രയ്ക്കും പരന്ന് കിടക്കുന്നുണ്ടത്. നമ്മൾ വാൾമാർട്ടിൻ്റെ സമീപത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതാണ് പ്രസിദ്ധമായിട്ടുള്ള വാൾമാർട്ടിൻ്റെ ശൃംഖലയുടെ ഒരു ഔട്ട്ലെറ്റ്. എന്തെല്ലാമാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്, സൂപ്പർ മാർക്കറ്റ് ശൃംഖലയാണിത്. അതിവിശാലമായിട്ടുള്ള ഏരിയ ആണ് പാർക്കിങ്ങിനൊക്കെ. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിവിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ എല്ലായിടത്തും ഉള്ളത്. കാരണം ഇഷ്ടം പോലെ സ്ഥലമുണ്ട് യൂസ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നല്ല അതുപോലെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ രീതികളാണെങ്കിലും എൻ്റയർലി നമ്മുടെ നാട്ടിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. വാൾമാർട്ട് പ്രസിദ്ധമായ വാൾമാർട്ടിനകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. വലിയൊരു ലോകം തന്നെയാണത് ഇതിനകത്ത്. വാവ്, ഇവിടെ നമുക്ക് എക്കണോമിക്കലായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ്. നമ്മുടെ ലുലു മാളും അതുപോലെ തന്നെ മറ്റ് മാളുകളൊക്കെ പോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. വലിയ ഒരു സൂപ്പർ മാർക്കറ്റ് ഭീമനാണ് ഇവർ. നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അമേരിക്കയുടെ ഭക്ഷണമാണ് ഇതൊക്കെ. ഇവിടുത്തെ ടിപ്പിക്കലായിട്ടുള്ള കാര്യങ്ങളും ഭക്ഷണ രീതികളും ഒക്കെയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. മെയിനായിട്ട് സ്റ്റേക്കുകളുണ്ട്, ബീഫ് ഐറ്റംസ്, ചിക്കൻ ഐറ്റംസ്, ചിക്കൻ ബ്രസ്റ്റ് ഇതൊക്കെ പാക്കറ്റായിട്ട് അവൈലബിൾ ആണ്. നല്ല വിലയാണ്. $10 ചിക്കൻ ബ്രസ്റ്റിനൊക്കെ. സ്റ്റേക്ക്, ബീഫ് സ്റ്റേക്ക്, ചിക്കൻ സ്റ്റേക്ക്, അതിന് വേണ്ടിയുള്ള പീസുകളും അത് കാര്യം നഗറ്റ്സ് അതുപോലെ തന്നെ സാൻഡ്വിച്ചസിന് വേണ്ടിയുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ്. പതിനേഴാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിലേക്ക് കുടിയേറിയിരിക്കുന്ന യൂറോപ്യൻകാർ ഇവിടെ ഒരുപാട് ബിസിനസ്സുകളും തുറക്കുകയും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിപ്പിക്കാനും തുടങ്ങി. 18-19 നൂറ്റാണ്ടുകളിൽ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും വ്യവസായികളും ഇവിടെ നയാഗ്ര നദിയിലെ ഈ ഒരു ശക്തിയുള്ള ഫാൾസ് ഉപയോഗിച്ച് വൈദ്യുതിക്കായിട്ട് ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. അതായത് വൈദ്യുതി ഉണ്ടാക്കുവാനുള്ള ടെക്നോളജികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മുടെയൊക്കെ നാട് നിലനിൽക്കുന്നത് തന്നെ ഈ ഒരു ജലവൈദ്യുത പദ്ധതി പ്രകാരമാണ്. അങ്ങനെ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി ഒരുപാട് ആളുകൾ ഇവിടേക്ക് ആകർഷിക്കപ്പെടുകയായിരുന്നു. ഒരുപാട് ബിസിനസ്സുകളും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും ഒരുപാട് ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുകയും അതോടുകൂടി ഈ ഒരു നഗരം അതിന്റെ പ്രൗഢിയിലേക്ക് വളരാൻ തുടങ്ങുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ വൈകിട്ട് നമ്മൾ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടി ഒരു റെസ്റ്റോറൻറ്റിലൂടെ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നമ്മുടെ ട്രിപ്പിൽ വന്നിരിക്കുന്ന എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടിയിട്ടൊന്നൊരു ആഘോഷമായിരുന്നു രാത്രി. കാരണം ഇന്ന് രാത്രി ഞങ്ങളുടെ നയാഗ്രയിലുള്ള അവസാനത്തെ രാത്രിയാണ്. രാവിലെ നമ്മളെ നയാഗ്രയിലെ ബോട്ടിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തിരിച്ച് പോകേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രി നമ്മളൊരു സംഭവബഹുലമാക്കി പാട്ടും ഡാൻസും ആട്ടവും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുക തന്നെയാണ്. കാരണം അത്രയ്ക്കും നല്ല തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ് പുറത്ത്. അപ്പോൾ അതൊക്കെ മറന്നുകൊണ്ട് നമ്മൾ ആഘോഷത്തിന്റെ തിമിർപ്പിലായിരുന്നു ഇവിടെ. എല്ലാവരും പരമാവധി എൻജോയ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അമേരിക്കൻ കാനഡ ബോർഡറാണ് നമ്മളിപ്പോൾ കാണുന്നത്.
ഇതാണ് നമ്മുടെ ബോർഡർ, അമേരിക്ക കാനഡ ബോർഡർ. വളരെ ശക്തമായിട്ടുള്ള ചെക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. കാരണം ഇതാണ് പാലം, നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. കാരണം എന്താ വെച്ചാൽ മറ്റു രാജ്യത്തേക്ക് കയറാനുള്ള വഴിയായതുകൊണ്ട് തന്നെ നല്ല ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന വഴി കാനഡയിലേക്ക് നടന്നു പോകാനുള്ള വഴിയാണ്. ഡയറക്റ്റായിട്ട് നടന്നു പോവാം, അതിനുള്ള സംവിധാനമാണ്. അപ്പോൾ അതാണ് കാനഡയിലേക്കുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ. വിസ അടിച്ച് കയ്യിൽ വെച്ചിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കയറി പോകായിരുന്നു. നമ്മൾ ഇന്നലെ കയറിയ ഒബ്സർവേറ്ററിയാണ് ഈ കാണുന്നത്. ഈ ഒബ്സർവേറ്ററിയുടെ അടിയിൽ നിന്നാണ് നമുക്കിന്ന് ബോട്ടിംഗ് ഉള്ളത്. നമ്മളിന്നിപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് നയാഗ്ര ഫാൾസിന് അടിയിലൂടെ ഒരു ബോട്ടിംഗ് നടത്താനാണ്. ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് എന്തായാലും, പക്ഷേ അത് വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാനഡ വീണ്ടും ഒരു നോക്ക് കൂടി കാണുകയാണ്. ഇന്ന് നമ്മൾ റിട്ടേൺ ആണ്. ഇന്ന് നമ്മൾ തിരിച്ചു പോവാണ്. ഇന്ന് ഹാരിസ്ബർഗ് ആണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഒന്ന് ലാസ്റ്റായിട്ട് കാനഡയും അതുപോലെ തന്നെ നയാഗ്രയും ഒന്നുകൂടി കാണാനാണ് വന്നിരിക്കുന്നത്. ബോട്ടിങ്ങും ചെയ്യണം, ഇതാണ് ഇന്നത്തെ ടാർഗറ്റ്. അപ്പോൾ ഒന്ന് ഹാരിസ്ബർഗിലാണ് നമ്മുടെ സ്റ്റേ. ഇന്ന് ഹർഷ്ലീസിൻ്റെ ചോക്ലേറ്റ് ഫാക്ടറി കാണുക എന്നുള്ളതാണ് ഇന്നത്തെ ടാർഗറ്റ് മെയിനായിട്ട്. അത് കഴിഞ്ഞ് ഇന്ന് ഹാരിസ്ബർഗിൽ സ്റ്റേ ചെയ്യും. നാളെ അവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് ന്യൂയോർക്കിലേക്കാണ്. ഇവിടെ ഈ ഒരു ബോട്ടിങ്ങിനുള്ള ക്യൂ ആണ് കാണുന്നത്. ഇന്ന് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ ബോട്ടിങ്. അപ്പോൾ തന്നെ വമ്പൻ ക്യൂ ആണ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറാണ് നമ്മുടെ ബോട്ടിങ്ങിനുള്ള. നമ്മുടെ കോവിഡിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു ബോട്ടിങ് നടക്കുന്നത്. അതിൽ ഫസ്റ്റ് ട്രിപ്പിലാണ് നമ്മൾ കയറുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ടിക്കറ്റ് കൗണ്ടറാണ്. 25.25 $25.25 ആണ് ഒരു ടിക്കറ്റ്. മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്നാണ് ഈ ഒരു റൈഡിൻ്റെ പേര്. അങ്ങനെ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്നുള്ള ബോട്ട് റൈഡിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ഫസ്റ്റ് ബോട്ടാണ് എന്നുള്ളതാണ് പ്രത്യേകത. അതായത് 2 വർഷത്തിന് ശേഷമുള്ള ഫസ്റ്റ് ബോട്ടിലാണ് നമ്മൾ കയറിപ്പോകാൻ പോകുന്നത്. 2 വർഷത്തിന് ശേഷം ആരംഭിച്ചിരിക്കുന്ന ഫസ്റ്റ് ബോട്ടിൽ തന്നെ കയറി പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇതിന് താഴെ കൂടെ ബോട്ടിൽ പോകുക എന്ന് പറയുന്നത്. നമ്മുടെ ബോട്ട് താഴെ റെഡിയാണ്. ബോട്ടിലേക്ക് ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്.